ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ ഒരു വ്ളോഗ് വീഡിയോ ആണ്. നാളെ എൻ്റെ ഗ്രാജുവേഷനാണ്. അപ്പോൾ ഇന്ന് ഞങ്ങൾക്ക് റിഹേഴ്സൽ ഉണ്ട്. അപ്പോൾ അങ്ങോട്ടേക്ക് പോകുവാണ്. നടക്കുന്ന സ്ഥലത്തേക്ക് ഹയാത്തിൽ വെച്ചിട്ടാണ്, തൃശ്ശൂർ ഹയാത്തിൽ വെച്ചിട്ടാണ് നടക്കുന്നത്. അപ്പോൾ പോകുവാണ്. ഇപ്പോൾ ഞാൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു എൻ്റെ ഇവിടുന്ന് അറൗണ്ട് 10 കിലോമീറ്റേഴ്സിൻ്റെ അടുത്തുണ്ട്. അപ്പം എനിക്ക് ആദ്യമേ ഒരു സ്ഥലത്ത് നിന്ന് ബസ് കയറണം. അവിടെ നിന്ന് പിന്നെ വേറൊരു ബസ് കയറണം. അപ്പോൾ ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണേ. ശരിക്കും 10 കിലോമീറ്റർ അല്ല, 14 കിലോമീറ്റർ ഉണ്ട് കേട്ടോ. ഒരു അരമണിക്കൂറിൽ നമ്മൾ സാധാ കാറിലൊക്കെ ആണെങ്കിൽ എത്തും. പക്ഷേ നമ്മൾ ബസ്സിലാണെങ്കിൽ അറിയാവുന്ന ആൾക്കാർക്കൊക്കെ ആണെങ്കിൽ 2 ബസ് കയറിയാൽ മതി. പക്ഷേ എൻ്റെ വീട് ആലപ്പുഴയിലല്ലേ, അപ്പം അങ്ങനെ ആകുമ്പോഴേക്കും എനിക്ക് ഇപ്പം 3 ബസ് കയറേണ്ടി വന്നു. അപ്പം ഞാൻ ആദ്യമേ ഒരു സ്ഥലത്ത് പോയി, അവിടെ നിന്ന് ബസ് കയറി, പിന്നെ ഒരു സ്ഥലത്ത് പോയി, അവിടെ നിന്ന് ബസ് കയറി, പിന്നെ 3ാമത്തെ ബസ് കയറിയിട്ടാണ്. അതൊക്കെ കോമഡി ആയിരുന്നു. ആ ചേട്ടന്മാരോട് പറഞ്ഞ് ഏറ്റവും അവസാനം ആലപ്പുഴയിലെ കൊച്ചേ എത്തി എന്ന് പറഞ്ഞപ്പോഴേക്കുമാണ് എനിക്ക് എത്തിയത്. അങ്ങനെയൊക്കെയാണ് ഞാൻ എത്തിയത്. ഫൈനലി ഞാൻ ഹയാത്തിലെത്തി. കുറേ നേരം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇത് എൻ്റെ ജൂനിയറാണ്, അവൾ എത്തിയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അകത്തേക്കൊക്കെ കയറിയിട്ടുണ്ടായിരുന്നു. അപ്പം എനിക്ക് സത്യത്തിലും അറിയാം, ഹയാത്തിൻ്റെ കാര്യം അറിയാം, എങ്ങനെയാണ് എന്നൊക്കെ ഉള്ളത്. അപ്പം അധികം എനിക്ക് അത്ര വലിയ വാവ് തോന്നിയില്ല, ബിക്കോസ് ഇതിന് മുമ്പ് വന്നിട്ടുണ്ടായിരുന്നതാണ്. പക്ഷേ നമുക്കറിയാം അടിപൊളിയായിരുന്നു കേട്ടോ. ഒരു ഗ്രാൻഡ് ഫങ്ഷൻ ആയിരുന്നു. ആൻഡ് ഇത് 2 എൻ്റെ PhD ചേച്ചിമാരാണ്. ആൻഡ് നമുക്ക് ഒരുപാട് കാര്യങ്ങളൊക്കെ എടുക്കാനുണ്ടായിരുന്നു. രജിസ്ട്രേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ രജിസ്ട്രേഷനൊക്കെ ചെയ്തൊക്കെ കഴിഞ്ഞിട്ട് നമുക്കവർ സർട്ടിഫിക്കറ്റ് തരും. സർട്ടിഫിക്കറ്റ് അല്ല, നമുക്കവർ കിറ്റ് തരും. ആ കിറ്റിൻ്റെ അകത്താണ് നമ്മുടെ നാളത്തെ വരാനുള്ള കൂപ്പണും ഫുഡ് കൂപ്പണും ഒക്കെ തരുന്നത്. ഓക്കെ, അപ്പം അതൊക്കെ ഞാൻ വാങ്ങി നേരത്തെ വെച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇനി ഞങ്ങൾക്ക് പോകേണ്ടത് 2 മണിക്ക് പോയാൽ മതി. ഇതിപ്പം രാവിലെ ഒരു 9 മണിയുടെ കാര്യമായിരുന്നു. അപ്പോൾ അത്രയും നേരം ഞങ്ങൾ വെറുതെ ഇരിക്കുവാണല്ലോ എന്നോർത്ത് ഹയാത്ത് ശരിക്കും ശോഭ സിറ്റിയുടെ അടുത്താണ്. ഞങ്ങൾ എന്ത് ചെയ്തു, ശോഭ സിറ്റിയിലേക്ക് പോയി. അപ്പോൾ അവിടെ നിന്ന് കുറേ നേരം വെയിറ്റ് ചെയ്തു, ബിക്കോസ് ഞങ്ങൾ അവിടെ എത്തിയപ്പോഴേക്കും ഒരു 9, 9:30, 10 മണിയൊക്കെ ആയി ശോഭ സിറ്റിയിൽ. അപ്പം ഞങ്ങൾ അത്രയും നേരം വെറുതെ ഇരിക്കുമല്ലേ, അങ്ങനെയല്ല, അത്രയും നേരം നേരത്തെ വന്നതുകൊണ്ട് അവിടെ ഒന്നും തുറന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു, കുറേ നേരം വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് അതിൻ്റെ ഇടയ്ക്കും ഞങ്ങൾക്കൊക്കെ ഒരു ഡ്രീമായിരുന്നു, ഗ്രാജുവേഷൻ ആയല്ലോ, ഇത്രയും നാളത്തെ ആ ഒരു കഷ്ടപ്പാടിനൊക്കെ ഒരു പ്രതിഫലം ഉണ്ടായ ഒരു ഡേ ആണ്. നാളെയാണ് ഗ്രാജുവേഷൻ. ഞങ്ങൾ വന്നപ്പോഴേക്കും ശരിക്കും എല്ലാം ക്ലോസ്ഡ് ആയിരുന്നു, ബിക്കോസ് ഓപ്പണായി എല്ലാം വരുന്നതേ ഉള്ളൂ. കുറേ നേരം കഴിഞ്ഞപ്പം സബ്വേയിൽ നിന്ന് ഞാനൊരു റൈസ് ബോൾ ഓർഡർ ചെയ്ത്. ഞാൻ സബ്വേയിൽ നിന്ന് ഇതിന് മുമ്പ് ഞാൻ സാൻഡ്വിച്ചൊക്കെ കഴിച്ചിട്ടുണ്ട്, നല്ലതായിരുന്നു. പക്ഷേ റൈസ് ബോൾ സത്യം പറയാലോ 230 രൂപ എന്തോ ആയിരുന്നു. അതിനുള്ള ഒരു വകയും അതിൻ്റെ അകത്തില്ല. സോസ് കൂടിയത് കൊണ്ടാണോ, എനിക്ക് ഈ ഒരു ടേസ്റ്റ് ഇഷ്ടപ്പെടാത്തത് കൊണ്ടാണോ എന്നൊന്നും അറിയത്തില്ല. ലാസ്റ്റ് ഇത് കഴിച്ച് തീർക്കണമല്ലോ എന്നോർത്തിട്ട്, പൈസ കൊടുത്തതല്ലേ എന്ന് ഓർത്ത് ഞാൻ കഴിച്ചതാണ്. എനിക്ക് അത്രയ്ക്ക് റിഗ്രറ്റ് ഉണ്ടായിരുന്നു. ചിക്കൻ പീസൊന്നും കുഴപ്പമില്ലായിരുന്നു, പക്ഷേ ആ ഒരു മസാലയുടെ ഭയങ്കര കുത്തി നിൽക്കുന്ന, ഭയങ്കര ഒരു സോറാണോ, എന്തോ ഒരു ടേസ്റ്റ് നമുക്ക് ഇഷ്ടപ്പെടുന്നില്ല. ഭയങ്കര പുളിയും കയ്പും ഒക്കെ കൂടെ ചേർന്നിട്ടുള്ള ഒരു ടേസ്റ്റായിരുന്നു. ആകെ ഇത് മാത്രമായിരുന്നു കേട്ടോ. ഞാൻ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നത് മോർണിംഗ് കഴിച്ചിട്ട്, പിന്നെ 2 മണിയൊക്കെ ആകുമ്പോഴേക്കും നമുക്ക് കയറണമല്ലോ. അതുകൊണ്ട് തന്നെ ഞാൻ വേറെ ഫുഡൊന്നും കഴിച്ചില്ല. അപ്പം എന്ത് പറ്റി, എനിക്ക് പിന്നെ വിശക്കാൻ തുടങ്ങി. അവരൊക്കെ മസാല ദോശയായിരുന്നു. പിന്നെ ഞാൻ ഓർത്തു മസാല ദോശ വാങ്ങിയാൽ മതിയായിരുന്നു എന്ന് ഓർത്തു. എനിക്കത്ര നല്ലൊരു അനുഭവം അല്ലായിരുന്നു, ബിക്കോസ് അതിൻ്റെ ടേസ്റ്റിൻ്റെ ഇതായിരിക്കും. അതൊക്കെ കഴിഞ്ഞിട്ട് ഒന്ന് ബാത്റൂമിലൊക്കെ പോയി കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്തിട്ട് ഞങ്ങൾ എന്ത് ചെയ്തു, നേരെ ശോഭ സിറ്റിയുടെ താഴത്ത് വന്നിരുന്നു. ഭയങ്കര വെയിലായിരുന്നു, നമുക്ക് സഹിക്കാൻ പറ്റാത്ത വെയിലായിരുന്നു. പക്ഷേ ഞങ്ങൾ എന്ത് ചെയ്തു, താഴത്ത് പോയിട്ടിരുന്ന് കുറേ നേരം കഴിഞ്ഞിട്ടാണ്, പിന്നെ ഞങ്ങൾക്ക് 2 മണിക്ക് എത്തിയാൽ മതിയല്ലോ. കുറേ നേരം കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ പിന്നെ എവിടെ പോയത്, ഹയാത്തിലേക്ക് പോയത്. അപ്പോൾ ഹയാത്തിലേക്ക് പോയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ എന്ത് ചെയ്തു, അവിടെ കുറേ നേരം വെയിറ്റ് ചെയ്തു. ബിക്കോസ് 2 o'clockനാണ് റിഹേഴ്സൽ ഉണ്ടെന്ന് പറഞ്ഞത്. പക്ഷേ കറക്റ്റ് 2 o'clockനൊന്നും സ്റ്റാർട്ടായില്ല, ബിക്കോസ് ഗവർണറായിരുന്നു വരുന്നത്.
അപ്പോൾ നമ്മളിങ്ങനെ നാഷണൽ സോങ്ങും നാഷണൽ ആന്തവും ഒക്കെ നമ്മളിങ്ങനെ കറക്റ്റായിട്ട് ഏത് ടൈമിൽ എഴുന്നേൽക്കണം, പിന്നെ ഓത്തുണ്ടായിരുന്നു, ഓത്ത് എങ്ങനെയാണ് നമ്മൾ ചെല്ലേണ്ടത്, ഏത് ടൈമിൽ നമുക്ക് ഇരിക്കണം എന്നൊക്കെയുള്ള ഒരു രീതിയിൽ നമുക്കെല്ലാം പറഞ്ഞിരുന്നതായിരുന്നു. ശരിക്കും 5 o'clock വരെ ഞങ്ങൾക്ക് റിഹേഴ്സൽ ഉണ്ടായിരുന്നു. 5 o'clock കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് റിഹേഴ്സൽ ഉണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾ എന്ത് ചെയ്തെന്ന് വെച്ചാൽ എനിക്ക് അത്രയും നേരം ഇരിക്കാൻ പറ്റുന്നില്ലായിരുന്നില്ല. ഞാൻ എന്തായാലും എത്തുമ്പോഴേക്കും ലേറ്റ് ആവത്തില്ലേ. പിന്നെ ഞാൻ പതിയെ ചോദിച്ച് ഞങ്ങൾ ഇറങ്ങി. പിന്നെ വീഡിയോസും കാര്യങ്ങളും ഒന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ. നേരെ പോയി കിടന്ന് ഉറങ്ങുമായിരുന്നു. നല്ല ടയേർഡായിരുന്നു. ഇനി അടുത്ത നാളത്തെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ ഗ്രാജുവേഷൻ ഡേയുടെ വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്കും ഷെയറൊക്കെ ഒന്ന് ചെയ്ത് വെച്ചേക്കുക, എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ വരെ കാണാം. ബൈ.